നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്ന് ഞായറാഴ്ച നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്കാണ്. വരും ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഗ്ലോബൽ ഇവൻറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ട്രേഡിങ്ങിൽ നിങ്ങളുടെ ട്രേഡിങ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനൽ കാണാത്ത ആളുകൾ ആണെങ്കിൽ ചാനൽ ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റും വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റും നമ്മൾ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വളരെ പോസിറ്റീവായ രീതിയിലൊരു റാലിയാണ് നടത്തിയത്. മാർക്കറ്റിലുള്ള മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ റിസൾട്ടുകൾ വളരെ പോസിറ്റീവായത് കാരണം എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ തന്നെ അവർ റാലി ഉണ്ടായിരുന്നു. ഇനി ഈ ഒരാഴ്ചയിൽ വരുന്ന ബുധനാഴ്ച ദിവസം മെയ് 1 കാരണം ഏഷ്യൻ, യൂറോപ്യൻ, ഇന്ത്യ ഉൾപ്പെടെയുള്ള മാർക്കറ്റുകളെല്ലാം തന്നെ ക്ലോസ് ആണ്. കഴിഞ്ഞ ആഴ്ചയിൽ FIs എല്ലാ ദിവസവും നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഏകദേശം ഒരു 14,700 കോടി രൂപക്ക് അവർ നെറ്റ് സെല്ല് ചെയ്തു. എന്നാൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 20,000 കോടി രൂപക്ക് ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. 5 ദിവസവും FIs സെല്ലായിരുന്നപ്പോൾ 5 ദിവസവും DIs ബയേഴ്സ് ആയിരുന്നു. ഇനി ഈ ഒരാഴ്ചയിൽ ഒരുപാട് ഈവൻറ്റുകളുണ്ട്, നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും US നിന്ന് വരുന്ന ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് മെയ് 1 വരുന്നുണ്ട്. അതാണ് ഈ ഒരാഴ്ചയിലെ ഏറ്റവും പ്രധാന ഇവൻ്റ് ഉള്ളത്. കഴിഞ്ഞ ആഴ്ചയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ആക്സിസ് ബാങ്ക് 10% റാലി നൽകിയപ്പോൾ കൊട്ടാക് ബാങ്ക്, റിസർവ് ബാങ്ക് അവരുടെ ക്രെഡിറ്റ് കാർഡിന് ഒരു റെസ്ട്രിക്ഷൻ കൊടുത്തത് കൊണ്ട് 10% ഫോൾ രേഖപ്പെടുത്തി. മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ തേജസ് നെറ്റ്വർക്ക് 33% റാലിയും കൊച്ചിൻ ഷിപ്പ്യാർഡ് 23% റാലിയും നൽകിയപ്പോൾ നമ്മൾ കണ്ടു ആസ്റ്റർ 31% ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി US മാർക്കറ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷം 5ഓളം ബാങ്കുകൾ US മാർക്കറ്റിൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം നിർത്തലാക്കി. US വിപണി തന്നെ ഒരുപാട് നാൾ അതൊരു ക്രൂഷ്യൽ അവസ്ഥയിലായിരുന്നു. എന്നാൽ ഈ ഒരു വർഷത്തിലെ ആദ്യത്തെ ബാങ്ക് യുഎസിൽ നിന്ന് സാമ്പത്തിക പ്രതിസന്ധി കാരണം ഫസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ബാങ്ക് സാമ്പത്തിക പ്രതിസന്ധി കാരണം അടച്ചിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 55,000 കോടി രൂപകൾ മേൽ ക്രയവിക്രയം നടത്തുന്ന, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ബാങ്കാണ്, ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ളൊരു ബാങ്കാണ് അടച്ചിട്ടുള്ളതെന്നുള്ള ഒരു വലിയ ഒരു വാർത്തയാണ് നമുക്ക് ഈ ഒരു ദിവസത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു വർഷത്തിലെ ആദ്യത്തെ ബാങ്ക് US നിന്ന് അടച്ചു എന്നുള്ളതാണ് ഗ്ലോബലി ഇപ്പോൾ ഉള്ള നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ ഒരാഴ്ച നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച ഒരു ഗ്യാപ്പ് അപ്പോടെ ഓപ്പൺ ചെയ്ത നിഫ്റ്റി സ്ലൈറ്റ്ലി ഒരു ഫോളായി 22,200 സപ്പോർട്ട് എടുത്തു. ആ ഒരു സപ്പോർട്ടാണ് കഴിഞ്ഞ ഒരാഴ്ചയിലെ ഏറ്റവും ചെറിയൊരു ലോ എന്ന് പറയുന്നത്. അതിനുശേഷം നിഫ്റ്റി മുകളിലേക്ക് പോയി 22,600, 22,200 നിന്ന് ഏകദേശം ഒരു 400 പോയിൻ്റ് ഉയർന്ന് 22,600 എന്ന റേഞ്ചിലേക്ക് നിഫ്റ്റി എത്തി. 22,600 നിന്ന് 22,450 ഫോൾ ആയപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയിലെ ഓപ്പണിംഗ് ആയിട്ടുള്ള 22,200 നിന്ന് 200 പോയിൻ്റ് റാലി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണ്. എന്നാൽ 422 പോയിൻറ്റിൻ്റെ റാലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇനി ഈ ഒരാഴ്ചയിൽ വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഈവൻറ്റുകൾ നോക്കുകയാണെങ്കിൽ US നിന്ന് ഏപ്രിൽ 30 കൺസ്യൂമർ കോൺഫിഡൻസ്, ചൈനയിൽ നിന്ന് മാനുഫാക്ചറിംഗ് PMI, യൂറോസോണിൻ്റെ CPI, ജർമ്മനിയിലെ GDP ഡേറ്റ, ഇന്ത്യയുടെ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിവ്യൂ ഏപ്രിൽ 30 ഏപ്രിൽ 29 ജർമ്മനിയിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട്. മെയ് 1 US നിന്നുള്ള പ്രധാന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും മാനുഫാക്ചറിംഗ് PMI ഉള്ളത്. മെയ് 1 ലേബർ ഡേ കാരണം ചൈന, ജർമ്മൻ, UK, ഇന്ത്യ മാർക്കറ്റുകൾ ക്ലോസ് ആണ്. മെയ് 2 US നിന്ന് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ, ചൈനയിൽ സ്റ്റിൽ മെയ് 2 അവധിയാണ്. ജർമ്മനിയുടെ മാനുഫാക്ചറിംഗ് PMI. മെയ് 3 നോൺ ഫാം പേറോൾ ഡേറ്റ US നിന്നുണ്ട്. UKയിലെ സർവീസ് PMI, ഇന്ത്യയുടെ ഡെപ്പോസിറ്റ് ഗ്രോത്ത്, ബാങ്ക് ഡെപ്പോസിറ്റ് ഗ്രോത്ത് ആണ് ഉള്ളത്. എല്ലാ ഇവൻറ്റിൻ്റെയും സമയം നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ സമയമാണ്, ഇന്ത്യൻ സമയമാണ് ആക്ച്വലി കാണിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സമയം ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ വെബ്സൈറ്റിലും ലഭ്യമാണ്. ഗ്ലോബൽ ഇവൻറ്റുകൾ നമ്മുടെ bismate.com ട്രേഡ് ബഡി ടാബിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്, ഗ്ലോബൽ ഇവൻറ്റുകൾ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്, ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ പരിശോധിച്ചിട്ടില്ല. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ബിറ്റ്കോയിൻ ഈ 24 അവർ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ്റെ വാല്യൂ ഞാനിപ്പോൾ
ന്യൂസ് റീഡ് ചെയ്യുന്നത് ഞായറാഴ്ച ദിവസം ഏകദേശം ഒരു രാവിലെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ബിറ്റ്കോയിൻ്റെ വാല്യൂ കാണുന്ന സമയത്ത് വൈകിട്ട് ഇതിൻ്റെ വാല്യൂസ് എല്ലാം തന്നെ ചേഞ്ച് ആയിട്ടുണ്ടാകും. കാരണം ബിറ്റ്കോയിൻ 24 മണിക്കൂറും ട്രേഡ് ചെയ്യുന്നുണ്ട്. ബിറ്റ്കോയിൻ വിടാം, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിൽ ഗോൾഡ് $2338 പെർ ഔൺസ് എന്ന നിലയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ അതിന് മിഡിലായിട്ട് ആണ് നമുക്ക് യൂറോപ്യൻ മാർക്കറ്റ് തുടങ്ങുന്നത്. ഡാക്സ് കാണാം പോസിറ്റീവായിരുന്നു. CAC 40 കാണാം, ഫ്രാൻസ് മാർക്കറ്റ് പോസിറ്റീവാണ്. FTSE UK മാർക്കറ്റ് പോസിറ്റീവാണ്. അതിന് താഴെ ഡോ ജോൺസ് പോസിറ്റീവാണ്. നാസ്ഡാക്ക് $316 പോയിൻറ്റിൻ്റെ റാലി രേഖപ്പെടുത്തി. US ഫിക്സ് സ്പൈക്ക് ആയിട്ടുണ്ട്. ഇതാണ് ഗ്ലോബലിൽ ഉള്ള കാര്യം. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ അവസ്ഥയും US മാർക്കറ്റിലുള്ള മേജർ ടെക്നോളജി കമ്പനീസിൻ്റെ അവസ്ഥയെല്ലാം തന്നെ പോസിറ്റീവിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. അപ്പോൾ നിലവിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ഒരാഴ്ചയിലേക്ക് നോക്കുകയാണെങ്കിൽ FIs സെല്ലിങ് എന്നെങ്കിൽ കൂടിയും DIs അതീവ ബുള്ളിഷാണ്. DIs എല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിൽ 20,000 കോടി രൂപയ്ക്ക് മുകളിൽ ഒരാഴ്ച കൊണ്ട് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ബൈ ചെയ്ത മാർക്കറ്റാണ്. മോർഗൻ സ്റ്റാൻലി എല്ലാം തന്നെ പറയുന്നത് ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ്, നിലവിലുള്ള റൂളിംഗ് പാർട്ടി എല്ലാം തന്നെ അധികാരം തുടരുകയാണെങ്കിൽ നിഫ്റ്റി 25,000 വരെ പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് യുഎസിലെ മേജർ ബ്രോക്കറിംഗ് സ്ഥാപനമായിട്ടുള്ള മോർഗൻ സ്റ്റാൻലി പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. റിസൾട്ട് കാലഘട്ടമാണ്, റിസൾട്ടുകളാണ് പ്രധാനപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ഉള്ളത്. ഇനി നമ്മുടെ ന്യൂസിൽ ഷെയർ ചെയ്യാനായിട്ട് സമയക്കുറവുള്ള റിസൾട്ട് കലണ്ടർ, ഏതൊക്കെ കമ്പനിയുടെ റിസൾട്ട് ഏതൊക്കെ ദിവസങ്ങൾ വരും, ഒരുപാട് റിസൾട്ട് അനൗൺസ്മെൻറ്റ്, IPO ഡീറ്റെയിൽസ്, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ ട്രേഡ് ബഡ്ഡി എന്ന് പറയുന്ന നമ്മുടെ ട്രേഡിംഗ് ടാബിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സ്വിങ് കോഴ്സുകളെല്ലാം തന്നെ ഓൺലൈനായിട്ടും കൊച്ചിയിലെ നമ്മളുടെ ട്രെയിനിങ് സെൻറ്ററിൽ ഓഫ്ലൈനായിട്ടും പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ന്യൂസിലേക്ക് വരാം. ആദ്യം യെസ് ബാങ്കിൻ്റെ റിസൾട്ടാണ്. യെസ് ബാങ്ക് റിസൾട്ട് പ്രഖ്യാപിച്ചു. നെറ്റ് പ്രോഫിറ്റ് 454 കോടി രൂപ വന്നു. 124% കഴിഞ്ഞ തവണത്തെ അവരുടെ Q4 ആയിട്ടുള്ള 202 കോടി രൂപയിൽ നിന്നാണ് 454 കോടി രൂപ അറ്റാദായം കരസ്ഥമാക്കിയത്. RBL ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 30% ഉയർന്ന് 352 കോടി രൂപ കരസ്ഥമാക്കി. ₹1.50 ഡിവിഡൻറ്റും കൊടുത്തു. അപ്പോളോ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്, അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ഓൺലൈൻ ഈ ഒരു ഫാർമ കമ്പനിയായിട്ടുള്ള അപ്പോളോ 24/7 ഫാർമ ഡിസ്ട്രിബ്യൂട്ടർ വേറൊരു ഫാർമ കമ്പനിയായിട്ട് മെർജ് ആകുകയാണെന്നുള്ള ഒരു ന്യൂസാണുള്ളത്. ICICI ബാങ്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 17% ഉയർന്ന് 10,707 കോടി രൂപ. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 8% ഉയർന്നു. കമ്പനി 10 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. മദേസൻ സുമി ഇർലിക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 73% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. വെൽസ്പൻ സ്പെഷ്യാലിറ്റി കമ്പനി 21 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടി. IDFC ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് ഇവർ 10% ഇടിഞ്ഞ് 724 കോടി രൂപ ആണ് ഈ തവണ കരസ്ഥമാക്കിയത്. 800 കോടി രൂപയിൽ നിന്നാണ് നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞത്. ക്രാഫ്റ്റ്മാൻ ഓട്ടോമോഷൻ കമ്പനി 77 കോടി രൂപയിൽ നിന്ന് 62 കോടി രൂപയിലേക്ക് ആദായം കുറഞ്ഞു. മാസ്റ്റെക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 22% ഉയർന്നു. 92 കോടി രൂപയാണ് കരസ്ഥമാക്കിയത്. കഴിഞ്ഞ തവണ 75 കോടി രൂപയായിരുന്നു. 12 രൂപ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. NDTV കമ്പനി നെറ്റ് ലോസിലാണ് കമ്പനി ഉള്ളത്. 8.74 കോടി രൂപ. എന്നാൽ റവന്യൂ 59% ഉയർന്നിട്ടുണ്ട്. മിക്സഡ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. SBI ലൈഫ് നെറ്റ് പ്രോഫിറ്റ് 4% ഉയർന്ന് 810 കോടി രൂപ ആണ് ഈ തവണ കരസ്ഥമാക്കിയിട്ടുള്ളത്. അതുപോലെ ടോട്ടൽ ഇൻകം 64% ഉയർന്നു. മാരുതി നെറ്റ് പ്രോഫിറ്റ് 48% ഉയർന്ന് 3,878 കോടി രൂപ. കമ്പനി 125 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. മഹേന്ദ്ര ഹോളിഡേയ്സ് നെറ്റ് പ്രോഫിറ്റ് 47% ഉയർന്ന് 83 കോടി രൂപ. ഇവരുടെ റിസൾട്ടുകളുടെ എല്ലാം തന്നെ നല്ല ഒക്യുപ്പൻസിയും റിപ്പോർട്ട് ചെയ്തു. മഹേന്ദ്ര ഹോളിഡേയ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള കമ്പനിയാണ്. റിസോർട്ടുകളാണ് ഇവരുടെ പ്രധാന ബിസിനസ്. ബജാജ് ഹോൾഡിംഗ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. 1,400 നിന്ന് 2,716 കോടി രൂപയിലേക്ക് കമ്പനി നെറ്റ് ആദായം ഉയർത്തി. ഡിവിഡൻഡ് 21 രൂപ പ്രഖ്യാപിച്ചു. ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റ് കമ്പനി ലോസിലാണുള്ളത്. 302 കോടി രൂപ ലോസിലാണുള്ളത്. എന്നാൽ
കഴിഞ്ഞ തവണ 375 കോടി രൂപ ലോസ് ഉണ്ടായിരുന്നു, ലോസ് കുറച്ചു. ഫോഴ്സ് മോട്ടോഴ്സ് കമ്പനി കഴിഞ്ഞ ഒരു 5 ക്വാർട്ടറുകളിൽ എടുക്കുമ്പോൾ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ കുറവ് വന്നിട്ടുള്ള ആദ്യത്തെ ഒരു ക്വാർട്ടറാണിത്. ഹയർ കോസ്റ്റ് കാരണം നെറ്റ് പ്രോഫിറ്റ് 4% ഇടിഞ്ഞ് 140 കോടി രൂപ, 147 കോടി രൂപ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. സ്റ്റിൽ പ്രോഫിറ്റിൽ നേരിയ ഒരു കുറവ്. SBI കാർഡ് രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ദാതാക്കളായിട്ടുള്ള രണ്ടാമത്തെ കമ്പനിയാണ് SBI കാർഡ് HDFC കഴിഞ്ഞാൽ. നെറ്റ് പ്രോഫിറ്റ് 11% ഉയർന്ന് 662 കോടി രൂപ, റവന്യൂ 14% ഉയർന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള സ്റ്റോക്കുകളുടെ ന്യൂസുകൾ. മറ്റുള്ള വിശദമായിട്ടുള്ള കമ്പനികളുടെ ഈ Q4 റിസൾട്ടുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ രാവിലെ 7:00 കാണാം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.